ലക്ഷക്കണക്കിന് മക്കളെ ഈ അൾത്താരയിൽ ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ കൃപാസനത്തിൻ്റെ ഓൺലൈൻ ശുശ്രൂഷകളിൽ ഏറെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാവരെയും കൃപാസനത്തിൽ നടന്ന 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ഈ അൾത്താരയിൽ എല്ലാ മക്കളെയും ഈശോയെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി സാക്ഷ്യമാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തന്നെ നൊമ്പരങ്ങൾ ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. ഈശോയെ, ഞങ്ങളിൽ കൃപ വന്നു നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകളെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീണ്ടും വീണ്ടും പുത്തൻ അഭിഷേകം ഓരോ ആരാധനയിലൂടെയും സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിനക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുടെ നാഥനെ നമ്മുടെ ജീവിതത്തിലേക്കും വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലേക്കും ഒപ്പം തന്നെ ഈ അൾത്താരയിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ ശക്തി ഈ ആലയത്തിൽ ഈ സമയം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചൊല്ലിയ ലക്ഷക്കണക്കിന് ജപമാലകളുടെ യോഗ്യതകളാൽ ജീവിതത്തിൽ ഇന്നേ വരെ തീർപ്പ് കൽപ്പിക്കാത്ത വിഷയങ്ങളുടെ മേൽ എത്രയും വേഗം ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷ്യമാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന കർത്താവേ സ്തുതിക്കുന്നു. നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആരാധന കർത്താവേ മഹത്വം. ഹല്ലേലൂയ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന കർത്താവേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവ്, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷ്യമാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാലകളോട് ചേർത്ത് ഞങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൃപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനം എന്ന ദൈവിക സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും അഖണ്ഡ ജപമാല മഹാറാലിയുടെ യോഗ്യതയാൽ പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിലാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷ്യങ്ങളാക്കി ഞങ്ങളെ അൾത്താരയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കൃപാസനത്തിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സമയത്തിന്റെ മേല് അധികാരമുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ സമയബന്ധിതമായി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെടുവാനും ഈശോ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അവിടെ നടപ്പിൽ വരുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി അഖണ്ഡ ജപമാല മഹാറാലിയുടെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ശുശ്രൂഷയോടെ ഞങ്ങൾ ലഭിച്ച കൃപ ഊതിക്കത്തിക്കുവാൻ ഒക്ടോബർ മാസം വന്നപ്പോൾ അമ്മയുടെ മാസം വന്നില്ലേ? അമ്മ എന്നാ പറഞ്ഞത്? അനുദിന അനുഗ്രഹ പ്രാർത്ഥനയെന്നും പറഞ്ഞ് ഇപ്പോൾ എല്ലാ ദിവസവും 5:30 നമ്മൾ ഒരുമിച്ച് കൂടുന്നു. അതായത് എല്ലാ ദിവസവും 5:30 മണിക്ക് എല്ലാ ദിവസവും 5 മിനിറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. പഴയ പ്രത്യക്ഷ പ്രാർത്ഥനയല്ല, അമ്മ ആദ്യം തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് വരും 2 മിനിറ്റേ ഉള്ളൂ. അതുവഴിയാണല്ലോ ഈ ലോകം മുഴുവൻ ഇങ്ങനെ യേശുവിലെ അമ്മ വഴി യേശുവിനെ ആശ്രയിച്ചവരെല്ലാം രക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷ പ്രാർത്ഥന തിരിച്ച് 5:30 കൊണ്ടുവരും. അപ്പോൾ നിലവിലുള്ള പ്രത്യക്ഷ പ്രാർത്ഥന നിങ്ങൾക്ക് തുടരാം. പക്ഷേ ഇത് 2 മിനിറ്റുള്ള ഒരു ദിവസം. ഇപ്പം നിങ്ങൾ ഇന്ന് ആശുപത്രി പോണ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂവിന് പോണ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ലോണിന് പോണ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് യൂറോപ്പിലേക്ക് പോണ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോണ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് പരീക്ഷയുടെ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് ജപ്തി ദിവസമാണ്, അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ഇന്നൊരു കാര്യത്തിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വിഷയം സമർപ്പിച്ചാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഓരോ വിഷയങ്ങൾക്ക് പോണ ആൾക്കാരില്ലേ, അവരെല്ലാം സമർപ്പിച്ച് അതാത് വിഷയത്തിന് വേണ്ടിയാണ്. അന്നുള്ള ആഹാരം പോലെ അവർ ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം പോലെ അന്നത്തെ വിഷയമാണ് അന്ന് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യണം. എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. 5:30 കൃത്യമായിട്ട് അത് തുടങ്ങിയിരിക്കും രാവിലെ. അപ്പോൾ 5:30 വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ആവശ്യം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ചിലർക്ക് വിസയ്ക്ക് പോണവരുണ്ടാവും, ചിലർക്ക് പാസ്പോർട്ടിന് പോണവരുണ്ടാവും, ചിലർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോണവരുണ്ടാവും, ചിലർക്ക് പരീക്ഷയ്ക്ക് പോണവരുണ്ടാവും, ചിലർക്ക് സ്ഥലം അളക്കാൻ പോണവരുണ്ടാവും, ചില പ്രസവത്തിന് പോണവരുണ്ടാവും, ചിലർ മനസ്സമ്മതമാകാം, ചിലപ്പോൾ കല്യാണത്തിന് പെണ്ണ് ചോദ്യത്തിന് പോണവരുണ്ടാകാം. ഈ വിഷയങ്ങളെല്ലാം എടുക്കും. മനുഷ്യൻ്റെ അനുഭവം, മനുഷ്യൻ്റെ ജീവിതം. കാര്യം പണ്ടും കൃപാസനത്തിൻ്റെ തന്നിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതാ 1 Corinthians 1:4 എല്ലാത്തരം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും സഹായിക്കുക. അതാണ് അപ്പോസ്തലികമായ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കാണത്. അപ്പോൾ എല്ലാത്തരം ക്ലേശം അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ശുശ്രൂഷയ്ക്കാണ് അമ്മ തുല്യം ചാർത്തിയത്. തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ദുരന്തമുണ്ടാകാൻ പോകണോ, ഒരു വ്യക്തി ദുരന്തം മാത്രമല്ല, ലോകത്തിന് മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. എന്തൊരു ദൈവാനുഗ്രഹമാണ്. ദൈവം മുദ്ര വെച്ച ഒരു സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷകരായും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമാകാൻ കഴിയണത് ദൈവത്തിൻ്റെ വിളിയാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, ദൈവത്തെ ഏറ്റവും ലളിതമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്നിധാനത്തിലാണ് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവാനുഭവം വളരെ ലളിതമാവുകയാണ്. ഒരു സങ്കീർണതയുമില്ല.
കാരണം നിൻ്റെ പ്രശ്നങ്ങൾ സങ്കീർണമാണ്, അതുകൊണ്ട് അതിനുള്ള പരിഹാരം ലളിതമാണ്. അപ്പോൾ കാര്യം മനുഷ്യന് അതിസങ്കീർണമായ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അബ്സ്ട്രാക്റ്റ് പ്യൂർ ആക്ട് എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് കൊണ്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അതിസങ്കീർണമായ ദൈവ സാന്നിധ്യത്തെ വളരെ ലളിതമായ രീതിയിൽ സംലഭ്യമാക്കുന്ന, എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്? നമ്മുടെ ജീവിതം സങ്കീർണമായത് കൊണ്ടാണ്. നമ്മുടെ ജീവിതവും സങ്കീർണം, ദൈവവും സങ്കീർണമാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക അന്വേഷണം സമാന്തര രേഖയായി പോവും. സമാന്തര രേഖകൾ സന്ധിക്കാറില്ല, അല്ലേ? നമ്മുടെ ജീവിതം സങ്കീർണമായ, ജീവിത പ്രസംഗം സങ്കീർണമായതപ്പോൾ ദൈവം അതിൻ്റെ പരിഹാരം എന്ത് ചെയ്ത്? തൻ്റെ പരിഹാരം സാന്നിധ്യം ലളിതമാക്കി. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ, സത്യസന്ധമായ ആധ്യാത്മികത എപ്പോഴും ലളിതമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയെ നമ്മൾ സങ്കീർണമാക്കി കഴിഞ്ഞാൽ അത് ക്വാളിഫൈഡ് സ്കിൽഡ് പേഴ്സൻ്റെ കസ്റ്റഡിയിലായി പോകും ദൈവം. എനിക്ക് മനസ്സിലായില്ലേ? ആദിമസഭയിലൊക്കെ അങ്ങനെ സംഭവിക്കും. ആദിമസഭയിലല്ല, പരിസയ കാലഘട്ടങ്ങളിലെ കർത്താവിൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചു. ആധ്യാത്മികത അവർ സങ്കീർണമാക്കിയിട്ട് ഒരു ക്വാളിഫൈഡ് ഹാൻഡ്സിൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോകും. ഇടയന്മാർ കാട്ടിലോട്ട് പോവും, മത്സ്യത്തൊഴിലാളികൾ കടലിലോട്ട് പോവും. കാര്യം എന്താണ്? പൊതുജീവിതത്തിൽ നിന്ന് അവർ തള്ളി അകറ്റപ്പെടും. മനുഷ്യൻ പൊതുജീവിതത്തിൽ നിന്ന് തള്ളി അകറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരത്തിലേക്ക് മനുഷ്യൻ വരാൻ പറ്റാതിരിക്കുന്നത് ഈ മുഖ്യധാര കൈയടക്കുന്ന ഒരു വർഗം എപ്പോഴും ഉണ്ടാവും. ഇന്ത്യയിൽ ബ്രാഹ്മണിസം ഉണ്ട്, അതൊരു വർഗമാണ് ശരിക്കും പറഞ്ഞാൽ. അവർ മന്ത്രങ്ങളിലൂടെയൊക്കെ എല്ലാം അതിസങ്കീർണ ദൈവത്തിൻ്റെ സങ്കല്പത്തെ സങ്കീർണമാക്കി. അത് തന്നെയാണ് ഇസ്രായേലിന് സംഭവിച്ചത്. ദൈവത്തെ ഹോളി ഓഫ് ഹോളീസിൽ അവർ അടച്ചുപൂട്ടിയതിന് ശേഷം പിന്നീട് പുരുഷന്മാരുടെ സ്ഥലം, സ്ത്രീകളുടെ സ്ഥലം, വിജാതിയുടെ സ്ഥലം, സോളമൻ്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥലങ്ങൾ നിശ്ചയിച്ച് കൊടുത്തിട്ട് കുറിച്ച് വെച്ചു. എന്താ വെച്ചാൽ ഈ വരച്ചിട്ട് ഇപ്പുറത്ത് കടക്കരുതെന്ന് പറഞ്ഞ്. ഇത് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പറയാം ദൈവം ആരാണെന്ന് പറയാം, ഞങ്ങൾ പറയാം ദൈവത്തെ എങ്ങനെയാണ് അനുഭവിക്കേണ്ടതെന്ന് പറയാം. ഇതിപ്പോൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞൊരു വർഗം എല്ലാ മതങ്ങളിലും എക്കാലത്തും ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. അത് മനുഷ്യരാശിയുടെ കൂടെയുള്ള ഒരു സഞ്ചാരമാണ് അതിനുള്ളത്. ഇക്കാലത്തും ഉണ്ട്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞൊരു വർഗം. അപ്പോൾ ദാറ്റ് മീൻസ് പാമരന്മാരെന്ന് പറഞ്ഞ് വേറെ വർഗം രൂപപ്പെട്ട് വന്നു. അതായത് പാമരന്മാരെന്നൊരു വർഗം ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ നമ്മൾ പണ്ഡിതന്മാരെന്ന് പറഞ്ഞൊരു വർഗം ഉണ്ടാകുന്നത്. ഈ പണ്ഡിതന്മാരുടെ തടവറയിലായിരിക്കും പലപ്പോഴും ദൈവം ഉള്ളത്. എല്ലാ മതങ്ങളും നോക്കിയാൽ മതി, പണ്ഡിതന്മാരുടെ തടവറയിലായിരിക്കും ദൈവം. പക്ഷേ പാമരന്മാർ 99% ഉണ്ട്. ഇവരുടെ അടിമകളായി നിൽക്കും. അതുകൊണ്ട് ഈശോ വന്നപ്പോൾ ഈശോ എല്ലാത്തിനെയും മതിലുകളെ എല്ലാത്തിനും തട്ടിത്തെറിപ്പിച്ചു. ആദ്യം പോയി ഇടയന്മാരെ വിളിച്ചുകൊണ്ട് വന്നു, മുഖ്യധാരയെ കൊണ്ടുവന്നു. രണ്ടാമത് പോയി മത്സ്യത്തൊഴിലാളികളെ വിളിച്ചുകൊണ്ട് വന്ന് മുഖ്യധാരയെ കൊണ്ടുവന്നു. ഞാൻ ദൈവത്തോട് നിങ്ങളോട് സംസാരിക്കാം. കുറേ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്നെ കുരിശ് തറക്കും, അത് വേറെ വിഷയം, അത് പോട്ടെ, അത് പന്നോട് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ഇവരെ മുഖ്യധാരയെ കൊണ്ടുവന്നിട്ട് ലളിതമായി ദൈവത്തെക്കുറിച്ച് ഈശോ സംസാരിക്കാൻ തുടങ്ങി. അവസാനം പോകാൻ നേരത്ത് തിരശ്ശേരിയെല്ലാം വരച്ച് കീറിയിട്ടാണ് പോയത്. ദൈവം ലളിതമായി എല്ലാം ഹോളി ഓഫ് ഹോളീസ് എല്ലാ സാധനവും വരച്ച് കീറി. ആ അർത്ഥത്തിൽ ഈശോ റിബലാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്ത് കാര്യം? എല്ലാ കാലങ്ങൾക്കും ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും തന്നെ ദൈവത്തെ അവരുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവത്തെ ലളിതമാക്കി കൊടുക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ കാലത്ത് വരുമ്പോൾ, അക്കാലങ്ങളിലെന്നാണ് ബൈബിൾ പറയണത്, പക്ഷെ അത് ഈശോൻ്റെ കാലമാണ്. എൻ്റെ കാലത്ത് എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ജോയൽ 2:28. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും. ഏറ്റു പറഞ്ഞ അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എന്നാണ് ഈശോന്റെ കാലത്ത്? ഈശോന്റെ കാലം എന്ന് തുടങ്ങിയെന്ന്? എന്നാണ് നീ ഈശോനെ സത്യസന്ധമായിട്ട് സ്വീകരിക്കണമെന്ന് ഉള്ളിൽ കൊതി തോന്നുന്നുവോ അന്ന് മുതലേ ഈശോന്റെ കാലം തുടങ്ങും. മനസ്സിലായില്ലേ? ഈശോന്റെ കാലം എന്ന് പറഞ്ഞാൽ 2000 കൊല്ലത്തിന് മുമ്പതല്ല. എന്നാണ്, ഏത് നിമിഷമാണ്. ഇപ്പം നീ ക്രിസ്ത്യാനി ആകാം, പാരമ്പര്യ കത്തോലിക്കനാകാം, അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻ ആകാം. നമുക്ക് ഏത് അവസ്ഥയിലും ഇങ്ങനെ ഈ ബ്രാൻഡിലൊക്കെ എല്ലാം നമ്മൾ അറിയപ്പെട്ടാലും ശരി, മനുഷ്യന് ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവും. എന്താണ്? ഈശോനെ അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം. മറ്റുള്ളവരൊക്കെ പറയണ ഒരു സമയം ഉണ്ടാവും, കേൾക്കുന്നൊരു കാലമുണ്ടാവും. പക്ഷെ നിൻ്റെ ജീവിത പ്രശ്നത്തിൽ സ്വന്തമായിട്ട് ദൈവത്തെ എനിക്ക് വേണം, എനിക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം, എനിക്ക് സ്വന്തമായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയണം, എനിക്ക് സ്വന്തമായിട്ട് ദൈവത്തോട് ഇടപെടാൻ കഴിയണം. എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞേ, എനിക്ക് സ്വന്തമായി എൻ്റെ ദൈവത്തോട് ഇടപെടാൻ കഴിയണം. എനിക്ക് സ്വന്തമായി എൻ്റെ ദൈവത്തോട് ഇടപെടാൻ കഴിയണം. ഞാനും അവിടുത്തെ മകനാണ്, മകളാണ്. ദൈവം എന്റെയും അവകാശമാണ്. എനിക്ക് സ്വന്തമായി എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയണം. അമ്മേ, പരിശുദ്ധ അമ്മേ, അതിനായി എന്നെ ഒരുക്കണമേ, എനിക്കായി പ്രാർത്ഥിക്കണമേ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമുഖം സംസാരിച്ചതെന്ന് വെച്ചാൽ, ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അതിൻ്റെ ചൂടിലാണ് ഇത്രയും സംസാരിച്ചത്. ഞാൻ സാക്ഷ്യം കേട്ടത് ഒരു രമാദേവി ചേച്ചിയുടെ സാക്ഷ്യം കേട്ടേ. രമാദേവി ചേച്ചിയുടെ സാക്ഷ്യം വളരെ ലളിതമായ സാക്ഷ്യമാണ്. സാക്ഷ്യം ഇതാണ്. അവർക്ക് 2 സാക്ഷ്യം അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ സാക്ഷ്യം പറയണത്, ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇവരുടെ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. പക്ഷേ ഇവർക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റണില്ല. ഒരു 3 മാസം പോകും, അല്ലെങ്കിൽ ഒരു 1.5 മാസം പിന്നെ ഗ്യാപ്പ് എടുക്കും. അപ്പോൾ ഇങ്ങനൊരു മനുഷ്യനാണ്. പക്ഷേ മനുഷ്യൻ്റെ ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്, പിന്നെ ഒരു എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം, അങ്ങനെ ഒന്നും ചേച്ചിയിൽ വർക്ക് ചെയ്യുന്നില്ല. പഠിച്ചത് കൊണ്ട് ഇത്തിരി ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചറായി. പക്ഷേ ഇതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റണില്ല. കാര്യം പഠിപ്പുണ്ട്, ജോലിയുണ്ട്, പക്ഷേ അത് ഡിമാൻഡ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ പറ്റാതെ ഇവർ ഡിപ്രഷൻ അടിച്ചു പോകും. എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ രമാചേച്ചിയുടെ സാക്ഷ്യം, ഈ ഡിപ്രഷൻ മാറുന്ന ഒരു സാക്ഷ്യം ഞാൻ അപൂർവമായിട്ടാണ് കാണുന്നത്. ചില ഡിപ്രഷനായിട്ടുള്ള ആൾക്ക് സൗഖ്യപ്പെട്ടാലും അവർ സാക്ഷ്യപ്പെടുത്തത്തില്ല. അത് വലിയൊരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു വിഷയം, പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ ടൈപ്പ് ആൾക്കാരാണ്, അവരെപ്പോഴും റിസർവ്ഡ് ആയിരിക്കും ഭയങ്കര. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് കിട്ടിയാലും അവർ പൊതുസമൂഹത്തിൽ അത് പറയത്തില്ല, അത് റിസർവ്ഡ് ആയിട്ടിരിക്കും അവർ. അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ എല്ലാ രോഗികളെ അമ്മ ഇവിടെ സുഖപ്പെടുത്തുമ്പോഴും അവരാരും സാക്ഷ്യം പറയത്തില്ല. പക്ഷേ രമാവതി ചേച്ചി ഈ കാര്യത്തിൽ ഒരു അത്ഭുതമാണ്. അവർ പറയും, എനിക്ക് ഡിപ്രഷനായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ടാകും. അത് ശരിയാ, ഞാനതങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് ടീച്ചർ ചെല്ലുമ്പോഴേ 3 മാസം ഡിപ്രഷൻ കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് 2.5 മാസം ലീവ് എടുത്തിട്ടാണ് പിന്നീട് ലോസപ്പയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്ക് ഒക്കെ എടുത്ത് എന്നാൽ ഇനി പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള തള്ളുമല്ല. ഇങ്ങനെ ഇരുന്നാൽ മതിയാ, ജീവിക്കണ്ടേ, കാശ് വേണ്ടേ, പണമില്ല, മനുഷ്യൻ പണമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഒരു വിദ്യാഭ്യാസം കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ചൂട് പിടിച്ചിട്ട് ഇവർ ഇറങ്ങും.
ഇവർ ഇറങ്ങുമ്പോഴും ഇവർ റോഡിൽ നിന്ന് സ്കൂളിൻ്റെ കയറുമ്പോൾ തന്നെ ഇവർക്ക് സർവാംഗം പിറക്കാൻ തുടങ്ങും. എന്താണ് അവരെ പിടിച്ചില്ലാന്നും പറഞ്ഞില്ലേ? ഷീ തിങ്സ് സോ. അതാണ് പ്രശ്നം. ആരും പിടിച്ചില്ലാന്ന് പറഞ്ഞില്ല. അവരെന്ത് വിചാരിക്കും? ടീച്ചറും മാസ്റ്റർ എന്ത് വിചാരിക്കും? പിള്ളേർ എന്നെ നോക്കണത്, പിള്ളേർ എന്നെ നോക്കുകയായിരിക്കും. ആരും നോക്കണമെന്നല്ല, ടീച്ചറെ കണ്ടില്ല, അവർ നോക്കി, അത്രേ ഉള്ളൂ. ടീച്ചറെ ദിവസം കണ്ടില്ലല്ല, പക്ഷെ നോക്കുമ്പോൾ അവരെന്നെ എന്ത് തുറച്ച് നോക്കണമല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യവലാദികളൊക്കെ മനുഷ്യനുണ്ടാവും. എന്നെ തന്നെ എനിക്ക് നോക്കണം, എൻ്റെ കാര്യം തന്നെ എനിക്ക് പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയത്തില്ലേ? അവർക്കൊരു സൗകര്യം കിട്ടത്തില്ല, ഉറങ്ങാൻ പോലും പറ്റത്തില്ല അവർക്ക്. അപ്പോൾ ഈ പിള്ളേരുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ടീച്ചറിന് അസ്വസ്ഥതയാണ്. തിരിച്ച് വീട്ടിൽ പോയാലോ, കൊണ്ട് ബാക്ക് വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാലോ എങ്ങനെ തോന്നും? തിരിച്ചു പോയാലോ എന്ന് തോന്നും. ഇതാണ് എന്ന് വെച്ചാൽ ഫേസ് ചെയ്യാൻ പറ്റും. പൊതുസമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ടീച്ചറിൻ്റെ ഒരു കാര്യം മാത്രമാണത് ശരിക്കും പറഞ്ഞാൽ. ഇവരെന്നിട്ട് ഇവർ പറയുമ്പോഴേ ഇവരെന്താ ചെയ്യുക? ഉടമ്പടി ചെലവെടുത്തിട്ട് ഇതെല്ലാം ക്ലാസ്സുകളാണ്. ടീച്ചറായത് കാരണം ക്ലാസ് എല്ലാം ശ്രദ്ധിച്ച്, അതാണ് ടീച്ചർമാരുടെ ഒരു ഗുണം. അതാണ് അവർ അധ്യാപകരെല്ലാവരും എല്ലാ വിഷയം കുറിച്ച് അവരറിയുകയും ചെയ്യും. അവരെപ്പോഴും അവരുടെ സിലബസ് ആയാലും ശരി, അത് അപ്ഡേഷൻ വേണമല്ലോ അവർക്ക്. അതുകൊണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ് അധ്യാപകർ. അവരിൽ പെൻഷൻ പറഞ്ഞവരെ പഠിച്ചുകൊണ്ടിരിക്കും. കാര്യം അവരുടെ സിലബസൊക്കെ മാറുന്നതനുസരിച്ചുകൊണ്ട് അവരുടെ അപ്ഡേഷൻ പ്രാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർ കേൾക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അധ്യാപകர்களுടെ ഗുണം അതാണ്. പുതിയ കാര്യം അതിനെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണതിന് എന്തെല്ലാം ടീച്ചിങ് എയ്ഡ് വേണമെന്നൊക്കെ അവർ ചിന്തിക്കും. ഈ ജർമ്മൻ അധ്യാപകരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും പ്രബോധകരാണേ. അവരിങ്ങനെ ഒരു സാധനം കേട്ടാൽ ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണത്, മറ്റുള്ളവർ ഇതെങ്ങനെ പഠിപ്പിക്കേണ്ടത്, ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു ടൈപ്പാണ് ഈ രമാദേവി ചേച്ചി ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോഴേ ചേച്ചി ഇത് മുഴുവനായിട്ടും ഒരു അധ്യാപിക എന്ന രീതിയിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ സ്വയത്തമാക്കിയത്. അതാണ് നമ്മൾ അധ്യാപകരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മളാണെങ്കിൽ അതിലൊരിക്കൽ കേട്ടു, ദാറ്റ്സ് ഓക്കെ. അത് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് വി ആർ നോട്ട് ദാറ്റ് ബോദർ. അതായത് അതാണ് വിഷയം. ഇത് റീപ്രൊഡ്യൂസ് എനിക്കാണ് ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഇത് വീണ്ടും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നൊരു ബോധ്യത്തിലാണ് നിങ്ങൾ ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ടീച്ചർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഉടമ്പടി. കാര്യം അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നുള്ള അധ്യാപകരുടെ ഒരു അഹംബോധം. എനിക്ക് കിട്ടിയതെല്ലാം ഷെയർ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധം അധ്യാപകർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ടീച്ചർ ഇത് വളരെ നിശ്ചിതമായ രീതിയിൽ ഉടമ്പടി കേൾക്കുകയും ദിസ് ഇസ് മേ ബി മൈ ലാസ്റ്റ് അബോർഡ്. ഞാൻ ഇത്രയും നാൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയല്ലായിരുന്നോ, ഒരു പക്ഷേ ഇതായിരിക്കാം ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എൻ്റെ ഒരു സമാശ്വാസ കേന്ദ്രം. അതുകൊണ്ട് ഇവർ A-Z ഉടമ്പടി പഠിക്കുകയും പ്രയോഗങ്ങൾ പഠിക്കുകയും ചെയ്ത്. പ്രയോഗങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മറ്റ് പ്രാർത്ഥനാ രീതികൾക്കില്ലാത്ത 2 ഗുണങ്ങൾ ഉടമ്പടിയിലുണ്ട്. കാര്യം ഉടമ്പടി ദൈവത്തെ സമീപിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അത് ബൈബിൾ പറയണ പോലെ പ്രത്യാശ മാത്രമല്ല ഉള്ളത്, അതിൻ്റെ ഉറപ്പുണ്ട്. ബൈബിൾ പറയും വിശ്വാസം, അവനിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് ഉപാധിയാണെന്ന് പറയും. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു ഉപാധിയാണെന്ന് പ്രത്യാശ നമുക്കുണ്ടെന്നാണ് ബൈബിൾ പറയണത്. ബൈബിളല്ല, സെൻറ്റ് പോൾ പ്രത്യേകിച്ച് പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. Ephesians 3:12. Ephesians 3:12. അവനിലുള്ള വിശ്വാസം മൂലം അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ഞാൻ ഈ ഭാഗം ആദ്യം ഈശോന്റെ മനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ദിസ് ഇസ് നോട്ട് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞ്. ഉടമ്പടി എന്താ പറയണത്? പൗലോസിൻ്റെ കാലത്തുള്ള ദൈവാനുഭവത്തിൻ്റെ സരണികളെ ആണ് അവിടെ ഉള്ളത്. ഇതിനേക്കാൾ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വളർന്നിട്ടുണ്ട് ഇപ്പോഴേ. ബൈബിൾ കാലഘട്ടത്തെക്കാളും ബൈബിൾ കാലഘട്ടം മുഴുവനും അതൊരു കോളേജ് ബുക്കല്ലേ,
ഒരു ഉപരിപഠനത്തിന്, ആധ്യാത്മിക ഉപരിപഠനത്തിനുള്ളതാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലെറ്റേഴ്സൊക്കെ നമ്മൾ BA കഴിഞ്ഞ് MA എടുത്തിട്ട് പിന്നീട് നമ്മൾ PhD പോകുമ്പോൾ ആധ്യാത്മിക ഉപരിപഠനത്തിനുള്ള പുസ്തകങ്ങളാണ് സെൻറ്റ് പോളിൻ്റെ പുസ്തകങ്ങൾ. നിങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വരും. കാരണം ആ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷേ ആധ്യാത്മിക ഉപരിപഠനത്തിന് എഴുതിയിട്ടുള്ള സെൻറ്റ് പോളിൻ്റെ ലെറ്റേഴ്സ് കർത്താവ് പറഞ്ഞത് പ്രയോഗത്തിൽ വരുത്തുകയും ബുദ്ധിപരമായിട്ട് അത് ലോജിക്കലായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന അടിപൊളി ലേഖനങ്ങളാണ് സെൻറ്റ് പോൾ, പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളാണ്. ആ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ ഒരു ഭാഗമാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. എന്താ ഒന്നിനു വായിച്ച്, അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു ഫസ്റ്റ് ലെവല് എക്സ്പീരിയൻസ് ആണ്. തിയറട്ടിക്കൽ ലെവല്, ദൈവാനുഭവത്തിന്റെ സൈദ്ധാന്തിക തലത്തില് ഒരു ഫസ്റ്റ് ഗ്രേഡാണ് ആണിത്. ഫസ്റ്റ് ഗ്രേഡ്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഗ്രേഡാണ്. ഇതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് പ്രത്യാശ അല്ല. ഇപ്പം പൗലോസ് പറയണത് പ്രത്യാശയും നമുക്കുണ്ടെന്നാണ്. പ്രത്യാശ ഒരിക്കലും ഉറപ്പല്ല, അതാണ് വിഷയം. ഉറപ്പ് മീൻസ് വേറെയാണത്, അതൊരു ട്രസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഹോപ്പ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഹോപ്പും ട്രസ്റ്റും ഉള്ളത്. ട്രസ്റ്റിൻ്റെ അകത്ത് നിന്ന്, ട്രസ്റ്റ് എന്ന് മീൻസ് നമ്മൾ ശരണമെന്നൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷുകാരൻ പറയുന്ന ട്രസ്റ്റ് അല്ല നമ്മുടെ മലയാളത്തിലെ ശരണം. ശരണം ഒരു പ്രാർത്ഥനയുടെ ഒരു അവസാനത്തെ ആവിഷ്കാരം പോലെയാണ്. പക്ഷേ ട്രസ്റ്റ് എന്ന് പറയണത് ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനി അടുത്ത ഓപ്ഷൻ ഇല്ല, അടുത്ത എന്താണെന്നില്ല, ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്, അവസാനത്തെ തിരഞ്ഞെടുപ്പാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉറപ്പെന്ന് പറയുന്നത്, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ലോകത്തുള്ള വിഷയങ്ങൾ ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശ മാത്രം. ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു പ്രത്യാശ മാത്രമല്ല, പിന്നെന്താണ്, അത് ഉറപ്പാണ്. അതാ വിഷയം. ഉടമ്പടി അനുഭവങ്ങളെ ഒരു 2016 തൊട്ട് 24 ഒരു 8 കൊല്ലം ഉടമ്പടി ഈ ലോകത്ത് ജനങ്ങളെ ഇത് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ഇത്രയും ഉറപ്പ് എങ്ങനെ കിട്ടണത്? അത് ഉടമ്പടിയിലുള്ള അതിൻ്റെ ചേരുവക അങ്ങനെയാണ്. നമുക്ക് പ്രത്യാശ മാത്രമല്ല തരണത്, പിന്നെന്താണ്, ഉടമ്പടി ഉറപ്പാണ്. ഉടമ്പടി. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനിലുള്ള പ്രത്യാശ മൂലം, പറഞ്ഞേ, അവനിലുള്ള ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള എന്താണ്, പ്രത്യാശ അല്ല, മറിച്ച് ഉറപ്പ് നമുക്കുണ്ട്. അതാണ് വിഷയം. അപ്പോൾ ട്വിസ്റ്റിംഗ് വന്നവിടെ. ഈ ഉറപ്പ് എന്തുകൊണ്ടാണ് വന്നത്? ഉടമ്പടിയിൽ ഉറപ്പ് വരാൻ കാര്യം എന്താ? ഇപ്പം നമുക്കറിയാം. ഇപ്പം ഞാൻ ഇന്നലെ അപ്പോച്ചനോടൊക്കെ സംസാരിക്കുകയായിരുന്നു. അതായത് ഈശോയുടെ അവസാന കാലങ്ങളിലെ, മനുഷ്യാവതാരത്തിൻ്റെ അവസാന കാലങ്ങളിലെ ഇവിടെ അവൻ തീവ്രവേദനയും മുഴുകി. ലുക്ക 22-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി. കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അത് കർത്താവിൻ്റെ ഫ്ലോപ്പായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഫ്ലോപ്പായ പ്രാർത്ഥന, നമ്മൾക്ക് ഫ്ലോപ്പായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നേരെ മറിച്ച് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പല ആൾക്കാരും വിശ്വാസം വെടിഞ്ഞു പോകും. ഇതാണ് വിഷയം. ഈശോ മനുഷ്യനായതിൻ്റെ പേരിലുണ്ടായ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയണത് ആധ്യാത്മികതയ്ക്ക് ഒരു ക്രൈസ്റ്റ് സ്റ്റാൻഡേർഡ് വന്ന്, ക്രിസ്തുവിൻ്റെ ഒരു നിലവാരം. ആധ്യാത്മികത കുറച്ച് സീരിയസ് ആയി. ആധ്യാത്മികത സങ്കല്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളിൽ നിന്ന് ആധ്യാത്മികതയെ ഈശോ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന 22:44 ഈശോ എന്താ പ്രാർത്ഥിക്കണത്? സാധ്യമെങ്കിൽ പിതാവേ
ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാ പറയും ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ച് എററുണ്ട്, ഇത് എന്തുമാത്രം ഇത് മുഴുവനും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഈശോയോട് പരിശുദ്ധാത്മാവ് പറയും. ഉടനെ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ആ ആലോചന കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം കൂടി കൂട്ടിച്ചേർക്കും. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അതാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ഗുണം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ബയോളജി ഒന്ന് തിരുത്തും. നമ്മളെ തിരുത്തത്തില്ല. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ തിരുത്തത്തില്ല. നമ്മൾ ആ പ്രാർത്ഥനയിൽ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പ്രാർത്ഥന തിരുത്തും. ഇപ്പം ഈശോ എന്താ പ്രാർത്ഥിച്ചത്? 22:44 എന്താ പ്രാർത്ഥിച്ചത്? സാധ്യമെങ്കിൽ പിതാവേ, പറഞ്ഞേ, സാധ്യമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശുമരണമാണ്. കുരിശുമരണം എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. എന്താ? ഐ ആം സോ ഫിയർ അബൌട്ട് ഇറ്റ്. ഞാനിങ്ങനെ ഒരുതരം ആങ്സൈറ്റിയിലാണ് ഈ വിഷയം. ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉള്ളതുപോലെ പറയും. അതാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. അതാണ്, നിങ്ങളും അങ്ങനെ ഇരിക്കണം, ഞാനും അങ്ങനെ ഇരിക്കണം. എന്താ പറഞ്ഞത്? നമുക്ക് വാട്ട് യു ഫീൽ യു ജസ്റ്റ് പ്ലേസ് ആസ് ഇറ്റ് ഈസ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്ത് ഫീൽ ചെയ്താലും. ഇപ്പോൾ നിങ്ങൾ കുർബാനയ്ക്ക് വരും, നിങ്ങൾക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചോ? അപ്പോൾ ദൈവത്തിൽ പറഞ്ഞത്, എനിക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണത് ആ വ്യക്തിയോട്, എനിക്ക് ആ വെറുപ്പിൽ നിന്ന് മോചനമില്ല. കാര്യം എന്നോട് അങ്ങനെയാണ് ചെയ്തിരിക്കണം. നിങ്ങളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു അത് പ്ലേസ്. അല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒന്നും പറയരുത്. വേറെ ഒന്നും, വാട്ട് യു ഫീൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മദ്യത്തോട് കൊതിയാണ് തോന്നണമെന്ന് വിചാരിച്ചോ? ഈശോ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് മദ്യത്തോട് കാണുമ്പോൾ കൊതി തരണം. അപ്പം അങ്ങനെ തന്നെ പറയണം. അത് പല പ്രാവശ്യം പറയണമെന്നേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നണത്? നിങ്ങളുടെ വികാരങ്ങളെ തന്നെയാണ് ശബ്ദമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണത് ദൈവതിരുസന്നിധിയിൽ. കാര്യം, നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്ന് പറയണം. ദൈവത്തിന് അറിയാമല്ലോ. കാര്യം ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാമല്ലോ. അപ്പോൾ വളരെ നേക്കഡ് ബിഫോർ ഗോഡ്. ബിഷപ്പ് റോബിൻസൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്, നേക്കഡ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ ദൃശ്യത്തിന് മുമ്പിൽ നഗ്നനായി നിൽക്കുക എന്നാണ്. തുണിയില്ലാണ്ട് നിൽക്കുന്നതല്ല, നമ്മൾ റിസർവ്ഡ് അല്ലാതെ നിൽക്കുക. വേറെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്ന് ആലോചിക്കരുത്. ഇത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സത്യസന്ധതയുണ്ടാകണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് അറിയാം. കർത്താവ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിയന് ചേട്ടന് പിള്ളേരും ഉണ്ടാകരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ കാര്യം? ചേട്ടന് പിള്ളേർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. എന്താ കാര്യം? അവൻ്റെ ഓഹരി കൂടി എനിക്ക് കിട്ടുമല്ല എന്ന്. ഇത് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ദൈവത്തിന് അറിയാം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഫ്രോഡാകും. അപ്പം നിങ്ങളിപ്പോൾ ചേച്ചി ആശുപത്രിയിൽ പോയിട്ട് പോയപ്പോൾ നിങ്ങളുടെ ഭാര്യയോട്, അനിയനാണെങ്കിൽ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കും, എന്താണ് ചേച്ചിക്ക് ഈ പ്രാവശ്യം? അത് പോയി, അത് അപോർഷനായി പോയെന്നാണ് പറഞ്ഞത്. അപ്പം ഇവന് ഒരു ദീർഘനിശ്വാസം. അപ്പം ഈ ചേട്ടൻ്റെ ഭാര്യയുടെ കൊച്ച് അപോർഷനായി പോയെന്ന് കേൾക്കുമ്പോൾ അനിയന് ദീർഘനിശ്വാസം എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ദീർഘനിശ്വാസമാണത്. എന്താ കാര്യം? നമുക്ക് ആ ഓഹരി കൂടി കിട്ടുമല്ല എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇതുപോലെയുള്ള വൈകൃതങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. പലരുടെ മനസ്സിൽ പല രീതിയിലാണ് ഉള്ളത്. പല രീതി. ഇപ്പം കൺഗ്രാജുലേഷൻ പറയുമ്പോഴും ഉള്ളിൽ പറയും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. മാർക്ക് ചിലപ്പോൾ 5 കിട്ടിയായിരിക്കും കൂടുതൽ. 5 മാർക്ക് നമ്മളുടെ 5 മാർക്ക് നമ്മളെക്കാൾ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും. അല്ല, ഇത് കെട്ടിപ്പിടിച്ചൊരു കൺഗ്രാജുലേഷനൊക്കെ പറയും. മലയാളിയെപ്പോലും ഇതുപോലെ കാപറ്റം പിടിച്ച സാധനം ലോകത്ത് ഒരിടത്തും കാണത്തില്ല. കാര്യം നമ്മൾ ഒന്ന് വെച്ചിട്ട് വേറൊരു സാധനം അങ്ങോട്ട് പറയും. ഇത് ആധ്യാത്മികതയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥന സത്യസന്ധമായി ഈശോറാണ്. എന്താ മനസ്സിൽ തോന്നുന്നത്? യു ജസ്റ്റ് പ്ലേസ് ഇറ്റ്. ഇത് പ്ലേസ് ചെയ്യാതെ ഇരുന്നൊരു മനുഷ്യനാണ് യൂദാസ്. അവസാന നിമിഷം വരെ മനസ്സിലുള്ളത് തുറന്ന് പറയത്തില്ല. ഇത് കുംഭസാരം പോലെ വന്നാൽ മതിയായി. ഈശോ നിന്നെ ഒറ്റ കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. എനിക്ക് നിൻ്റെ പ്രബോധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് യൂദാസ് അൽത്താരെ പ്രതിഷ്ഠിക്കപ്പെട്ടേനാണ്. കുംഭസാരിക്കാതിരുന്നാൽ അവൻ്റെ കുഴപ്പം. കുംഭസാരിക്കാൻ നേരിട്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പന്നി കുംഭസാരിച്ചില്ല. എന്തൊരു ഭാഗ്യമായിരുന്നു അവന്. കർത്താവ് കൂടെ നടക്കണ. അപ്പോഴൊന്നും പറഞ്ഞു, എനിക്ക് കർത്താവ് എനിക്കൊരു കാര്യം, നീ എന്നെക്കുറിച്ചൊന്നും തോന്നരുത്. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കുഞ്ഞുനാൾ പോലെ
പല പല വിഷയങ്ങൾ ഇടപെട്ടിരിക്കുന്ന കാരണം എനിക്ക് ഈ ആധ്യാത്മികതൊന്നും തലയിൽ കയറത്തില്ല. നീ പറയണത് എനിക്ക് ഇപ്പോഴും നിന്നെ വിശ്വാസമില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒറ്റിക്കൊടുക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ആശരാന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്നെങ്ങാനും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് രഹസ്യമല്ലേ, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നാ പറ്റി, ആത്മഹത്യയും ചെയ്ത് പരസ്യമാകുകയും ചെയ്ത് ഈ ഭൂമി ഉണ്ടാകുന്ന കാലം കള്ളനുമായി. എന്തിനാണ് ഈ കച്ചവടത്തിന് പോണത്? ദൈവത്തോട് ഉള്ളതുപോലെ അങ്ങോട്ട് പറയുക, ഉള്ളത് എന്താണോ ഉള്ളതുപോലെ പറയുക. എന്തായാലും പറഞ്ഞാൽ ഒന്നാമത്തെ റീഫണ്ട് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്ന്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ റെക്ടിഫൈ ചെയ്യാനുള്ള ആളും അവൻ തന്നെയാണ്. അതായ വിഷയം. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഏത് അവസ്ഥയിലും നിലനിർത്താൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും അവനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നോട് ഇടപഴകുന്നതിന് വളരെ സുതാര്യമായ ഒരു മനോനിലവാരം കൈവരിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. അല്ലാതിരുന്ന കൊണ്ടാണ് അവസാനം ഈശോയ്ക്ക് വെള്ളവും പാത്രവും കച്ചയും അരക്ക് കച്ചയും കെട്ടി വെള്ളവും പാത്രവും എടുത്ത് ഇറങ്ങേണ്ടി വന്നത്. ഈ കാല് കഴുകലൊക്കെ സംഭവിക്കുന്നത് യൂദാസ് എന്ന ഒറ്റ പേഴ്സൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാനുള്ള സാഹചര്യ തെളിവ് ബൈബിൾ തരുന്നുണ്ട്. ഞാൻ ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കണത്. എന്താ പറയണത്? എല്ലാവരുടെയും പാദങ്ങളെ ഇവൻ ചുറ്റി നടന്ന് കഴുകും. യൂദാസിനെയും ആ കൂട്ടത്തിൽ കഴുകും. കഴുകിയിട്ട് ഇവൻ പറഞ്ഞ ഡയലോഗാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്. അതാണ്. കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ്, പക്ഷേ ഒരാളല്ലെന്ന് പറയും. ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കഴുകി കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യൂദാസിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അത് ഭയങ്കര സംഭവമാണ്. അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് തോന്നണം. ഇപ്പം കൃപാസന അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രാർത്ഥിക്കണം എന്നല്ലേ. ആധ്യാത്മിക ദുരന്തങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട്, വേറെ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളിയുണ്ട്. അപ്പം നീ എന്താ പറയണേ? ഒക്കെ ശരിയാവും. അപ്പം രണ്ടാമത്തെ അവൾ ചോദിക്കും, ഓരോ മനുഷ്യ അവൾ നിങ്ങളെന്നെ ഉപേക്ഷിച്ച് കളയവാ? എല്ലാം ഒരിക്കലും എൻ്റെ കടുത്ത തല ഉണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ യൂദാസ് അവൻ മാറാൻ അവന് പറ്റണില്ല. ശരിക്കും പറഞ്ഞാൽ അവന് പറ്റണില്ല, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും. ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചാടി വിചാരിച്ചു. നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം. തുറന്ന് പറയുമ്പോൾ ഒരു കാപട്യം അതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയും ദൈവമേ ഈ അപരാധി ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും ദൈവമേ നീ തീരുമാനം അങ്ങനെ എടുത്തു പോരുത് കേട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്വം കിടന്ന് കളിക്കണ കളി. എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം എന്തെങ്കിലും ദുശ്ശീലം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, സിറിഞ്ച് എടുക്കുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, അത് കളയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കളയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം ദൈവമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ? എന്തെങ്കിലും ഒരു പാളം തെറ്റിയ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും? എൻ്റെ ദൈവവേദന അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം. കർത്താവ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് പേടിയാണ്, നീ എങ്ങനെ ഇടപെട്ടിട്ട് അവൾ വല്ലതും ചത്തുപോകുകയും ഞാൻ വല്ലതും വണ്ടിക്കടിയിൽ പോകുകയൊക്കെ ഞാൻ സംഗതി കുഴപ്പമാണ്. അതൊന്നും വേണ്ട കർത്താവോ, നീ എന്നോട് ക്ഷമിച്ചാൽ മതി, ഞാൻ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തോളാമെന്ന്. അതാ പ്രശ്നം. നീ എന്നോട് അപ്പം ദൈവത്തിനടുത്ത് വരണേ എന്തിനാണ്? നിൻ്റെ ചുറ്റിക്കളിയെല്ലാം കറക്റ്റാകുകയും ചെയ്യണം, ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം. ദിസ് ഈസ് കാബട്ട്, ഇത് ഫ്രോഡാണ് ഈ പരിപാടി. നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിരിപ്പെല്ലാം തുറന്ന് പറയണം. പിതാവിനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത്. എന്താ കാര്യം?
ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പല പ്രാവശ്യം ഈശോ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. സ്നേഹമേ സ്നേഹമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാൻ 9:39. യേശു പറഞ്ഞു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് കാഴ്ചയുള്ളവർ അന്ധരായി തീരേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ന്യായവിധിയെല്ലാം കഴിയാൻ സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുമരണം കഴിഞ്ഞിട്ടാണ് ന്യായവിധി വരണത്. ന്യായവിധി വന്നപ്പോഴാണ് 25-35 വരണത്. അനന്തരൻ രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു. 25-35 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇതാണ് ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ലൂക്ക 9:31 മത്തായി 25:34 തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. ശരിക്കും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്ന ന്യായവിധിയാണ്. ആ ന്യായവിധിയിൽ സംഭവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലതുവശത്ത് നിൽക്കുന്നവരും ഇടതുവശത്ത് നിൽക്കുന്നവരും എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ വലതുവശത്ത് നിൽക്കുന്നവർ പണ്ട് അന്ധന്മാരായിരുന്നു. ദൈവത്തിൻ്റെ വചനം കണ്ടിട്ടും കാണാത്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ മറ്റേ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അതായിരുന്നു ഇത് വിഷയം വരണത്. പക്ഷെ കണ്ടെങ്കിലും അത് അവർ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ അവർ പെശക് സംഭവിച്ചു. അങ്ങനെ ഉടമ്പടിയിലും അന്ധന്മാരുണ്ടല്ലോ, ഉടമ്പടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അത് പ്രാക്ടിക്കലായിട്ടുള്ള ബ്ലൈൻഡ് മാൻ ഉണ്ട്, ഉടമ്പടിയിലുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ ബ്ലൈൻഡ് ആണെന്ന് ദൈവത്തിന് അറിയാം. കാര്യം ഇവരെല്ലാം അറിയും, പക്ഷെ അവർ ചെയ്യത്തില്ല. ചിലർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുകയും ചെയ്യും, എല്ലാം ചെയ്യുകയും ചെയ്യും, അതിൻ്റെ ഇരട്ടി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് അത് കുരിശുമരണത്തിലൂടെ നേടിയെടുക്കുന്ന അന്ത്യവിധി ആയിട്ടുള്ള കർത്താവ് ആടണം. അപ്പോൾ കർത്താവ് അവൻ ദൈവവും കർത്താവുമല്ലേ. എൻ്റെ കർത്താവ് തോമസിലേക്ക് എന്താ വിളിക്കണത്? എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേയാണ്. അപ്പോൾ എൻ്റെ ദൈവമാണ് കർത്താവ് എന്ന് പറയുമ്പോൾ വിധിയാളനാണ് ശരിക്കും. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിധിയാളനായി. കർത്താവ് മരണത്തെ ജയിച്ച് കഴിഞ്ഞ് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ മരണത്തെ ജയിച്ചു. അപ്പോൾ വിധിയാളനായി, കർത്താവായി. അതാണ് എൻ്റെ കർത്താവേ എന്ന് വിളിക്കണത്. എൻ്റെ കർത്താവ് ആരാണ്? ദൈവമാണവൻ. അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് വിളിക്കുമ്പോൾ ഈ വിധിയാളനാകുന്നതിന് മുമ്പ് ഉള്ളതാണ് കുരിശുമരണം, പാപത്തിന് പരിഹാരം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഈ 9:31 ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഇത് ക്രൂസിഫിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ദെയർ. കർത്താവിനറിയാം ഈ ന്യായവിധിയെല്ലാം നടക്കുന്നത് പാപത്തിൻ്റെ മേൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടാണെന്ന്. പാപത്തിൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചിട്ട് ഹല്ലേലൂയ പാടാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:3. റോമ 8:3. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒന്നിനു വായിച്ച വചനം ശരീരത്താൽ ബലഹീനമാക്ക നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ട് എഴുതിയിടണം. DTP ചെയ്തോ കൈകൊണ്ട് എഴുതിയോ അടുക്കളയിലോ സ്റ്റഡി റൂമിലോ പറ്റിച്ച് വെക്കണം. ഇതാണ് സത്യം. ഈ സത്യത്തിൽ നിന്നാണ് ബാക്കി എല്ലാ സത്യങ്ങളും ഉണ്ടാകുന്നത്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. വായിച്ചേ. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് നിയമത്തിന് അസാധ്യമായതാണ് ദൈവം ചെയ്തത്. പഴയ നിയമത്തിന് അസാധ്യമായത്. പഴയ നിയമം പോരായിരുന്നു, പിന്നെ എന്തിനാണ് പുതിയ നിയമം വന്നത്? ക്രിസ്തുവിന് എന്തിനാണ് പിന്നീട് യഹോവ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പറയണത്. എന്താ പറയണത്? പഴയ നിയമത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല. ന്യായമായ പരിഹാരമാണ്. മനുഷ്യൻ ചില പാപത്തിന് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാവോ? ഒരാടിനെ എടുത്തിട്ട് ആടിൻ്റെ രോമങ്ങളെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ചെയ്ത വ്യഭിചാരം എന്നും പറഞ്ഞ് എഴുതിയിട്ട്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചീട്ട് എഴുതിയിട്ട് ആ രോമത്തെ കെട്ടിവെക്കും. ടേക്ക് ദ റെഫറൻസ്. അതായത് പിന്നീട് ഇവർ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചു എന്നും പറഞ്ഞ് ചീട്ട് എഴുതി വെച്ചും ആടിൻ്റെ രോമം കൂട്ടിയെടുത്തിട്ട് അതിനെ കെട്ടിവെക്കും. ഇങ്ങനെ ഒരു ആടിനെ വിലക്ക് വാങ്ങിച്ചിട്ട് രോമത്തെ മുഴുവനും ഇവരുടെ പാപങ്ങളുടെ ചീട്ടുകൾ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ ആട് ഈ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് ഇങ്ങനെ വീർത്ത് ചീർത്തങ്ങളെ നിൽക്കും. എന്നിട്ട് ഈ പൊട്ടൻ മനുഷ്യന്മാർ ഇതിനെ മലമുകളിൽ കൊണ്ടുപോയി താഴെയിട്ട് തള്ളിയിടും. അപ്പോൾ അത് ആട് രക്തത്തിൽ പടന്ന് ചത്തുപോകും. എന്നിട്ട് പറയും എൻ്റെ പാപങ്ങളെല്ലാം ചത്തുപോയി, ഞാൻ ഫ്രീ ആണെന്ന്. അങ്ങനെ മൃഗത്തിൻ്റെ മേൽ സ്വന്തം പാപം അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് പഴയ നിയമത്തിലുള്ളത്. അതുകൊണ്ടാണ് സെൻറ്റ് പോൾ തിരുത്തണത്. എന്താ കാര്യം? ആ അഭ്യാസങ്ങൾ കൊണ്ട്, ഇവന്മാരുടെ അഭ്യാസം കൊണ്ട് മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടത്തില്ല. മനസ്സിലായില്ലേ? ഐഡിയ കിട്ടില്ലേ? അതുകൊണ്ട് ഒന്ന് വായിച്ചു അത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. റോമ 8:3. 8:3. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അതാണ് അതായത് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് എന്ത് ചെയ്തു? ദൈവം ചെയ്തു. അതാ പുതിയ നിയമത്തിന്റെ പ്രസക്തി. പഴയ നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ദൈവം എന്താ ചെയ്തത്? വായിച്ചേ. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോഴേ യേശുക്രിസ്തു ഏറ്റെടുത്ത പീഡാനുഭവങ്ങളും കുരിശുമരണവും എല്ലാം എന്തിനു വേണ്ടിയാണ്? പാപത്തിന്, നമ്മൾ മുഴുവൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള സംഭവം എന്താണ്? എനിക്ക് വേണ്ടി കർത്താവ് പകരക്കാരനായി. ഇപ്പം നിന്റെ പ്രമാണം ബാങ്കുകാരുടെ കയ്യിലാണ് എന്ന് വിചാരിച്ചോ? അതിന് 2 കോടി രൂപ ആണ്. നിനക്ക് ഈ ജന്മത്തിൽ വില എടുത്താൽ 2 കോടി രൂപ കിട്ടത്തില്ല. പക്ഷെ നിന്നോട് അനുകമ്പ തോന്നി ഒരാൾ വന്ന് ആ 2 കോടി രൂപ കൊടുത്തിട്ട് നിന്നെ പ്രമാണം റിലീസ് ചെയ്തു തരും. ഇതാണ് സംഭവം. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള എന്താണ്? ഈശോയാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തതെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. മനസ്സിലായി? സിമ്പിളാണ് ഈ സംഭവം. ഇതാണ് ഞാൻ സിമ്പിളാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് ബൈബിള് നിൻ്റെ രക്ഷ സിമ്പിളാക്കി കളഞ്ഞ്. എന്നുവെച്ചാൽ ഈശോയാണ് എനിക്ക് പകരക്കാരനായിട്ട് ജാമ്യം കൊടുത്തത്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, നിങ്ങളെ
വിലക്ക് ജാമ്യത്തുക കൊടുത്ത ആൾ വേറെയാണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. അതുകൊണ്ടാണ് ഇവന് ആരാധന നമ്മ കൊടുക്കണത്, സ്തുതി കൊടുക്കണത്, നന്ദി കൊടുക്കണത്. എന്താ കാര്യം? അവൻ ദൈവമായത് കൊണ്ട് മാത്രമല്ല, മറിച്ചെന്താ, അവൻ നിനക്ക് പകരക്കാരനെ മരിക്കുകയും അവൻ്റെ മരണം നിനക്ക് വേണ്ടിയാണെന്ന് നീ പാപത്തിന് നിൻ്റെ പാപത്തിന് കൂടി പരിഹാരമാണ് അവൻ ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അവനെ വിശ്വസിക്കുന്നു, അവൻ്റെ മരണത്തെ വിശ്വസിക്കുന്നു, അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു, അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. അവൻ്റെ വരവ് നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോൾ ഈ കാത്തിരിപ്പും വരവും എല്ലാം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വേദിയാണ് സഭയെന്ന് പറയണത്, അല്ലെ കൂട്ടായ്മ എന്ന് പറയണത്. കാര്യം നിരന്തരം ഇതിന് പരിഹാരം ചെയ്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസം വളർത്തിയെടുത്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസത്തെ വളർത്തിയെടുത്താൽ മാത്രം പോരാ, നമ്മൾ വളരുകയും ചെയ്യണം. അപ്പം അത് ദൈവത്തിന് തോന്നുകയും ചെയ്യണം. അപ്പം ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയങ്ങളെല്ലാം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ എളുപ്പമാകും. അല്ല നിങ്ങളിങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ പശുവിന് ചന പിടിക്കണില്ല, എന്നാൽ ഇപ്പോൾ ഉടമ്പടി എടുത്തേക്കാം. കർത്താവ് ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഉടമ്പടി അപ്പം കൂടെ അയൽവാസിക്ക് എവിടെ പോണ്, ആ പശുവിനെ കൊണ്ടുവന്നിട്ട് പശുവിന് 22,000 രൂപ 42,000 രൂപയ്ക്ക് മേടിച്ച മുതലാണ്. ഈ സംഭവം ഇതുവരെ പ്രസവിക്കണില്ല, ഒന്നേ കൊടുക്കണം അല്ലെങ്കിൽ അത് പ്രസവിക്കണം. അതിനെന്ത് എവിടെ പോകണം, കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ലളിതമായിട്ടാണ് ഈ വിഷയം നീ എടുക്കണത്. ഈ വിഷയം അതല്ല സംഭവം. നീ പറഞ്ഞ പശുവിനെ പ്രസവിപ്പിക്കുന്ന ഏർപ്പാടല്ല ഇത്. ഇതിൻ്റെ അകത്ത് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തത്വമുണ്ട്. നിനക്കിന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഈശോയ്ക്ക് നീ അനുഗ്രഹം വാങ്ങി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടായ വിധമാണ് ഞാൻ നിങ്ങളോട് പറയണത്. അത് നിങ്ങൾ അറിയണം. അനുഗ്രഹം ഉണ്ടായ വിധം എനിക്കറിയണ്ട. അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രോഡാണ്. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ട് വിശ്വാസത്തെ സമീപിക്കാൻ നോക്കുക. അവൻ പാപത്തിന് ശിക്ഷ വിധിച്ച കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ ഇതുകൊണ്ടാണ് അവനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞില്ലേ, എഫേസ്യസ് 3:12 ശ്രദ്ധിക്കട്ടെ. അവനിലുള്ള മനസ്സിലായില്ലേ? ഇപ്പൊ ഈശോ ആരാണ് മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം നമ്മുടെ പാപത്തിന് പരിഹാരമായിക്കൊണ്ട് പകരം ചെയ്ത അവനിലുള്ള വിശ്വാസം. നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവൻ ഉയർത്തെഴുന്നേൽക്കുകയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന അവനിലുള്ള വിശ്വാസം. പറഞ്ഞ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അപ്പൊ ദൈവത്തെ അപ്പൊ ഞാനിത് വായിച്ചപ്പോഴേക്കും മനസ്സിലാക്കി, ഇത് ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ അല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്ക് ഉറപ്പാനുള്ളത്? സെന്റ് പോളിന്റെ കാലത്തേക്കാൾ എന്തുമാത്രം ബൈബിൾ വളർന്നു. കാര്യം ജനകോടികൾ അത് ആക്ടിവേറ്റ് ചെയ്തു, അവിടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു, സത്യമാണ് തെളിയിച്ചു, ആധ്യാത്മികത കാലത്തിനൊപ്പം വളർന്നു. ടേക്ക് ദ ബൈബിൾ ഔട്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. അതായത് ഇങ്ങനെ നമ്മൾ അവനിലുള്ള വിശ്വാസം നമുക്ക് ശ്രദ്ധിക്കുക. ഇതൊരു അഡൽട്ട് കാറ്റഗിസമാണ്, പബ്ലിക് എഡ്യൂക്കേഷനാണ്, ശ്രദ്ധിക്കണം. അത് എന്താണ്? അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പും നമുക്കുണ്ട്. ഈ ഉറപ്പ് വരുമ്പോഴേ എന്ത് സംഭവിക്കണത്? നമ്മളിൽ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ഉടമ്പടിയുടെ ഉദ്ദേശം അതാണ്. ദൈവത്തെ നമ്മുടെ അവനിലുള്ള വിശ്വാസം ആരിലാണ്? സിംഗിൾ പേഴ്സൺ ആണ്. ഈശോയിൽ മാത്രമുള്ള വിശ്വാസമാണ്. ലോകത്തിലുള്ള മുഴുവൻ അചേതന വസ്തുക്കളിലുള്ള വിശ്വാസമല്ല ഇത്. നിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മരിച്ചുയർത്തുന്നേറ്റ കർത്താവിൻ്റെ ഉത്ഥാനത്തിലും വീണ്ടും വരവിലുള്ള നിന്റെ പ്രത്യാശയും വിശ്വാസവുമാണ്. അപ്പോൾ അവനുള്ള വിശ്വാസം മൂലം എന്താണ് നമുക്കുള്ളത്? പ്രത്യാശ നമുക്കുണ്ട്. അല്ല, നമുക്ക് ഉറപ്പുണ്ട്. എന്താ കാര്യം? നമ്മൾ ഉടമ്പടിയിലാണ്. ഉടമ്പടിക്കും സാധാരണ അവനുള്ള കേവല വിശ്വാസത്തിനും ഉടമ്പടിക്കും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. അവനുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഉടമ്പടി അതല്ല. അത് അപ്ഡേറ്റഡ് ഫോമാണ് അതിൻ്റെ. എന്താ അപ്ഡേറ്റഡ് ഫോം എന്ന് പറയണത്? സാധാരണ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഇപ്പം സാധാരണ വിശ്വാസം എന്താ?
ഹെബ്രായർ 11:1. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹെബ്രായർ 11:1. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അതൊരു കേവല വിശ്വാസമാണത്. സെന്റ് പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. പക്ഷെ അത് കേവല വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഹെബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഹെബേഷ്യസിൽ വരുമ്പോൾ സെന്റ് പോൾ ഒരു പൊടിക്ക് വളരുന്നുണ്ട്. ശരിക്കും എന്താ വളരണത്? ഈ കാണപ്പെടാത്ത വായിച്ചേ വിശ്വാസം എന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പൊ വിശ്വാസത്തിൽ നിന്ന് ഇവിടെ മാറുമ്പോൾ ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ട് സംഭവം. ബോധ്യം കഴിയുമ്പോഴാണ് ഉറപ്പ് വരണത്. വിശ്വാസം, ബോധ്യം, ഉറപ്പ്, അങ്ങനെയാണ് ഈ സംഭവം വളരണത്. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോധ്യം കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. പിന്നെ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ബോധ്യം. ശരിക്കും ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവിക്ഷൻ. നമ്മുടെ ഫാക്കൽറ്റിയുടെ കൺകറൻസിനാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. ബുദ്ധിക്ക് ഒരു കൺകറൻസ് തരും. ബുദ്ധി ഇറ്റ് ഇസ് ലോജിക്കലി സിങ്ക് ആകുന്നുണ്ട്. ഇറ്റ് ഇസ് ഇൻ്റലക്ച്വലി ഓക്കെ എന്ന് പറയുന്നതാണ് ബൗദ്ധിക ബോധ്യം. ഇറ്റ് ഇസ് ഇമോഷണലി ഓക്കെ എന്ന് പറയുന്നതാണ് വൈകാരിക ബോധ്യം. ഈ രണ്ട് ഫാക്കൽറ്റി ഒരുമിച്ച് കൺകറൻസ് ചെയ്യുമ്പോൾ ബോധ്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ബോധ്യങ്ങളെന്ന് പറയുന്നത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ് അതിൻ്റെ. അത് പ്രയോഗത്തിൽ ബോധ്യം എന്ന് പറയുന്നത് ഇത് തിയറിറ്റിക്കലി സിങ്ക് ആകുന്നുണ്ട്. വൈകാരികമായിട്ട് ഞാൻ ഓക്കെയാണ്, എനിക്കത് വൈകാരികം മനസ്സിലാകുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഈ വൈകാരിക ബോധ്യം പ്രയോഗവൽക്കരിച്ചതിന് ശേഷം എനിക്കുണ്ടാകുന്ന അനുഭവജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തിനാണ് ഉറപ്പെന്ന് പറയുന്നത്. രാധാദേവി അവിടം വരെ എത്തിയിട്ടുണ്ടോ ആധ്യാത്മികതയിൽ? രാധാദേവി എത്ര പെട്ടെന്നാണ് നോക്കിയേ വിശ്വാസത്തിൽ നിന്ന് ബോധ്യത്തിലേക്കും ബോധ്യത്തിൽ നിന്ന് ഉറപ്പിലേക്കും പോണ എന്ത് സംഭവിച്ചാൽ രാധാദേവി അവർക്ക് ഒരു ദിവസം അവർക്ക് ശ്വാസം കിട്ടിയില്ല. അവർക്ക് ഇടയ്ക്ക് ഒരാളുടെ അസുഖമാണ്. ഈ ഡിപ്രഷൻ്റെ തന്നെ ഒരു സംഭവമാണ്. നമുക്ക് പനി ഡെലീരിയമായിട്ട് മാറുന്ന പോലെ തന്നെ ഡിപ്രഷൻ ഒരു ആന്തരികമായ ഉദ്വിഗ്നതയായിട്ട് മാറും. അവസാദ രോഗങ്ങൾ ചിലപ്പോൾ ഉദ്വിഗ്നതയായിട്ട് മാറും. എന്ന് വെച്ചാൽ ആന്തരികമായിട്ട് നമ്മളിങ്ങനെ തകർക്കപ്പെടും, ആന്തരികമായി തകർക്കപ്പെടും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ വരും നമ്മൾ സമയത്ത്. അപ്പോൾ ഒന്നിനും കഴിയില്ല, വെറുതെ ഇരുന്ന് കുളിക്കത്തില്ല. ഏതെങ്കിലും അതിന് ഇരുട്ട് ഇഷ്ടമായിരിക്കും, വിജനമായ സ്ഥലങ്ങൾ ഇഷ്ടമായിരിക്കും, ആൾക്കാരുടെ സ്വരം അലർജി ആയിരിക്കും. അങ്ങനെ നമ്മൾ കൂടി ഒരു മൂലവൽക്കരിക്കട്ട് പോകും. നമ്മുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം, നമ്മുടേതായിട്ടുള്ള കംഫർട്ട് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു രാധാമേരിക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആവൃത്തി നിസാനത്തിനെ ഭരിച്ച് പുറത്താക്കുന്നത് ലാസർ ഉയർപ്പിച്ച കർത്താവാണ്. അതിന് രാധാദേവി എന്താ ചെയ്തിരിക്കണത്? അതായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവർക്ക് ജന്നി വന്ന്, ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോലും ഇവർക്ക് ഡിപ്രഷൻ വന്നിട്ട് ഇവർക്ക് ഡിപ്രഷൻ ഉള്ളിൽ തലപ്പിച്ചിട്ട് അതൊരു അപസ്മാര പോലെ ഉള്ളിൽ, അപസ്മാരമൊന്നും അല്ല പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഉള്ളിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നു, ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ ബോധത്തിൽ പറഞ്ഞ് അമ്മയുടെ തൈലം, അമ്മയുടെ എണ്ണ എന്ന് പറഞ്ഞ് ഇവർ അലറി വിളിച്ചേ. ഇവിടെ ശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ്, തീർന്ന് മരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവിടെ വീട്ടിലുള്ളവർ എന്ത് ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ഇവിടെ നെറ്റിക്കൊരു കുരിശ് വരച്ച്. പെട്ടെന്ന് ശ്വാസം നേരെയായി. അതായത് പെട്ടെന്ന് ശ്വാസം നിന്നു പോകാൻ പോയ ആൾ ഇത് രാധാമേരിക്ക് ഉറപ്പ് നൽകണതാണ്. ഉറപ്പെന്താ മനസ്സിലായില്ലേ? എന്താണ്? അവർ മരിക്കാൻ പോകുന്ന ശ്വാസം നിലയ്ക്കാൻ പോകുന്ന സമയത്ത് അവിടെ ബോധമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കൊരു അടയാളം കൊടുത്തു. എന്താണ്? അമ്മയുടെ തൈലം ഇവിടെ ഇരിപ്പുണ്ടെന്നും പറഞ്ഞ് തൈലം കൊണ്ട്. അപ്പോൾ അത് ഇവൾക്ക് മാത്രമാണ് അറിയണത്. അപ്പോൾ അമ്മയുടെ തൈലം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് അറിയാവുന്നവർ വീട്ടിലുള്ളവർ കൊണ്ടുവന്ന് കൊടുത്ത് ആ തൈലം എടുത്തുകൊണ്ട് ഇവിടെ നെറ്റിക്കൊരു കുരിശ് വെച്ചപ്പോൾ പെട്ടെന്ന് നിന്നു പോകാൻ പോയി ശ്വാസം സാധാരണ നിലയിലിട്ട് വരും. ഇത് ഇവർക്ക് അനുഭവം കൊണ്ട് ഉറപ്പ് നൽകും. അപ്പോൾ വിശ്വാസം മാറി, ബോധ്യം മാറിയിട്ട് പിന്നെ എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്?
ആ അനുഭവത്തിൻ്റെ പിൻബലമുള്ള വിശ്വാസത്തിനാണ് ഉറപ്പെന്ന് പറയണത്. ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ ജീവിതം ഉറപ്പിലൂടെയാണ് പോണത്. എല്ലാവരും ഇങ്ങനെ ഉടമ്പടി ഇത്രയും വളർന്നോന്ന് എനിക്കറിയത്തില്ല. അതാണ് വിഷയം. ഇവർക്ക് ഭർത്താവ് മരിച്ചു പോയ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയുണ്ട്. അനിയത്തിയുടെ കാര്യമൊക്കെ ഇവർ നല്ല സത്യസന്ധ ലേഡിയാണ്, രാധാദേവി എന്ന് പറയണത്. അനിയത്തിയുടെ ഭർത്താവ് മരിച്ചെങ്കിലും രാധാദേവിക്ക് നല്ലൊരു ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അനിയത്തിയുടെ മകനെ അതുപോലെ തന്നെ അനിയത്തിനെയും ഒക്കെ സന്ധിക്കണതും രാധാദേവി പറയണത്, ഞങ്ങൾക്ക് ഇടയ്ക്ക് പോയി ഒന്ന് അന്വേഷിക്കേണ്ടി വന്നാൽ എൻ്റെ അനിയത്തിനെ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്നൊക്കെ പറയാം. സ്ഥലം മേടിച്ചിട്ട് അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്തിനാണ് താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പോയി അന്വേഷിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ എന്തൊരു ഈ നല്ല മനസ്ഥിതി ഉള്ളവരിലെ നമ്മൾ മാത്രം നന്നായാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉടമ്പടിയൊക്കെ വർക്ക് ചെയ്യാൻ വലിയ പാടാണ്. കാര്യം അത് ദൈവത്തിൻ്റെ അരൂപിലല്ലേ നിൽക്കണത്, ലോകത്തിൻ്റെ അരൂപിലല്ലല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. അപ്പോൾ രാധാദേവിയുടെ മകൻ ഈ അനിയത്തിയുടെ മകൻ അവൻ നല്ല ടാറ്റ കോളേജിൽ പഠിച്ചതാണ്, സയൻസ് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ അവനെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഒരു ശ്രമിക്കുമ്പോൾ രാധാവിയുടെ ഭർത്താവ് പറയും, നമുക്ക് അവനെ എവിടെയെങ്കിലും വിടാം, അവൻ്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ജോലി കൊടുക്കാൻ ഈ നാടിന് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ആരാ പറയണത്? ശരിക്കും പറഞ്ഞാൽ ചേടത്തിയുടെ ഭർത്താവാണ് പറയണത്. അതാണ് വിഷയം. ചേടത്തിയുടെ ഭർത്താവ്. അപ്പോൾ അവരെന്തൊരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാധാദേവിയുടെ ഹസ്ബൻഡാണ് പറയണത്, നമുക്ക് അനിയത്തിയുടെ മകനെ ഇവിടുന്ന് വിടാം, കുറച്ച് പൈസ ചിലവാകും, പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസം പറ്റിയ ജോലി ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി, ഇപ്പം നിങ്ങളറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിച്ചും പാത്തുമല്ലേ നിങ്ങൾ സഹോദരങ്ങളെ സഹായിക്കണത്. അതാണ് സംഭവം. ചിലർ ഭർത്താവിനെ കട്ടുകൊടുക്കും, അനിയത്തിയെ സഹായിക്കും. ചിലർ അമ്മായിയമ്മനെ കട്ടുകൊടുക്കും, അല്ലെങ്കിൽ മരുമകൾ അമ്മായിയമ്മ മക്കൾക്ക് കൊടുക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് മേലെല്ലാം ഓപ്പൺ ചർച്ച വെക്കണം, നല്ലതാണ്. പിന്നെ നിങ്ങൾ ഓപ്പൺ ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് വേണമെങ്കിൽ അത് അടുക്കുന്നില്ല, അമ്പതിനും പിന്നെ അടുക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഡു യുവർ വേ. കാരണം നമുക്ക് കാര്യം നടക്കണം. ക്രിസ്തുവിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ആരെങ്കിലും വൈരാഗ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നിങ്ങൾ ചങ്ങലക്കിടരുത്. നിങ്ങളത് രക്തസാക്ഷികളുടെ ധീരതയോടുകൂടി മുന്നോട്ട് തന്നെ പോകണം. അത് നോ ഡൗട്ട്. കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ടാകും, പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. നിങ്ങൾ ശത്രുക്കളും നിങ്ങൾ അവസാനം നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അപ്പം അതുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാം ക്രിസ്തുവിനെ മുൻനിർത്തി വേണം എല്ലാ വിഷയങ്ങളും ക്രമീകരിക്കാൻ. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ശരിക്കും ഒരു മതം പഠിക്കണ പോലെ പഠിക്കരുത്. ക്രിസ്തു ഒരു മതമല്ല, ക്രിസ്തു മതവും ഒരു മതമല്ല. അതൊരു ബന്ധമാണ്. ശരിക്കും ഒരു ആന്തരികമായ ഒരു ബന്ധം, വല്ലാത്ത ബന്ധം. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആഴമായ ബോധ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തന്റെ ജീവൻ രക്ഷിച്ചത് ഉടമ്പടി തൈലമാണെന്നുള്ള ഉറപ്പ് ആർക്ക് കിട്ടി? രാധാദേവിക്ക് കിട്ടി. പിന്നെ അടുത്ത ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കണത്? ഈ അനിയത്തി സ്കൂട്ടറിന് പോകുന്നപ്പോൾ വണ്ടി ഇടിച്ചോടുകൂടി ഇവർ വല്ലാത്ത ഒരു വണ്ടിയിടിയായിപ്പോയി. ഇവരെ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഇവർ 3 ഹോസ്പിറ്റൽ ഒരു 15 മിനിറ്റ് ചോരയും മാറ്റി ഇവർ റോട്ടിൽ കിടക്കും. അനിയത്തി 15 മിനിറ്റ് തല പൊട്ടി ചോര പോകുമ്പോഴുള്ള അവസ്ഥ എന്താ പറയുക? മരിച്ചു പോകും. അപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ സ്വന്തം ഒരു സ്കൂട്ടറിന് അവിടെ വരും. അപ്പോൾ ഡ്യൂട്ടിയിലെല്ലാം തോന്നണം. ഇയാളെ ഇവരെടുക്കും.
എടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവരുടെ തലേന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് മാറ്റുമ്പോഴും ചോര ഇങ്ങനെ കുടുത്ത പോലെ കൂടാന്ന് വീഴും. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലുകാർ പറയും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ചോര ഛർദ്ദിക്കാൻ തുടങ്ങും ഇവർ. അപ്പോൾ അവർക്ക് മനസ്സിലാകും തലയുടെ അകത്ത് പൊട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ചോര ഛർദ്ദിക്കാൻ പോയില്ലേ. പിന്നെ അവർ എറണാകുളത്തേക്ക് മാറ്റും. എറണാകുളത്തും ഇവരെടുക്കത്തില്ല. അപ്പോൾ വീട്ടിലറിയിക്കും. രാധാദേവി ഇതിൻ്റെ പുറകെ പോകും ഹോസ്പിറ്റലിൽ. തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഒരു ആംബുലൻസിൽ ഇവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുക്കും. ആംബുലൻസ് വരാൻ കുറേ താമസിക്കും. അതൊരു ഡെഡ്ലി ആയിട്ടുള്ള മാരകമായ ഒരു താമസിക്കലാണ്. കാര്യം അപ്പോൾ അതിനുള്ളിൽ ഇവരുടെ പരിപാടി ഏറെക്കുറെ തീരണ രീതിയിലാകും. അങ്ങനെ രാധാദേവി ഉടമ്പടി തൈലത്തിന് ഉറപ്പിൽ അത് എടുത്ത് പിടിച്ചൊരു ഓടുകയാണ് ആശുപത്രിയിലോട്ട്. അപ്പോൾ അതിനനുസരിച്ച് ആശുപത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ജോലി സ്ഥലത്ത് നിന്ന് പോകണമല്ല, കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് പോകണമല്ല. ഇപ്പോൾ ഇവർ പോകുമ്പോൾ ഈ ഉടമ്പടി തൈലത്തിൽ കൊണ്ട് തേച്ച അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇവരുടെ മനസ്സിലുണ്ട്. കാര്യം അവർക്ക് ഉറപ്പുണ്ട്. പ്രത്യാശ മാത്രമല്ല, അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതനുസരിച്ചിട്ട് അവർക്ക് ന്യൂസ് കൊടുക്കും. ഇപ്പം ഞങ്ങൾ അവിടെ എടുത്തില്ല, ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വീട്ടിൽ വിളിച്ച് പറയും. അപ്പോൾ ബന്ധുക്കൾ ഒരാൾ വിളിച്ചു ചോദിക്കുമേ ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന്. കാര്യം ന്യൂസ് പോയി ആൾ മരിച്ച പോലെയാണ് പിന്നെ ന്യൂസ് പോണത്. പിന്നെ രാധാദേവിയെ വിളിച്ചു ചോദിക്കണത് ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക. അപ്പം അത്രയും അവസ്ഥയിലാണ്. അവസാനം ഇവർ ആശുപത്രിയിലെത്തും. ആശുപത്രിയിലെത്തുമ്പോൾ ഡെഡ് പോലെ കിടക്കുകയാണ്. എന്നിട്ട് ഇവരെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആ നേഴ്സ് പോകുമ്പോൾ ബോധമില്ല കിടക്കണില്ലേ, ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് രഹസ്യമായിട്ട് ഇവിടെ നെറ്റിക്ക് ഒരു കുരിശിടും. ഉടനെ ഇവർക്ക് ബോധം വരും. അനിയത്തിക്ക് പിന്നെ അവർ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, തലക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെങ്കിലും അമ്മ മാതാവ് രാത്രിക്ക് ഇടപെട്ട് പിറ്റേ ദിവസം ഡോക്ടർ പറയും ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. അപ്പം ചേടത്തി അനിയത്തി കൂടി വന്ന ഈ സാക്ഷ്യം പറയണത്. എന്നിട്ട് രാധാദേവി പറയുന്ന ഒരു സംഭവമുണ്ട്, ഉടമ്പടി തൈലം ഒരു ചെറിയ കുപ്പിയല്ലെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് സിനിമ ഡയലോഗ് പോലെ തോന്നി. അത് ഉടമ്പടി തൈലം ഒരു ചെറിയ കുപ്പിയല്ലെന്ന്. എന്നുവെച്ചാൽ 2 ജീവൻ രക്ഷിച്ചില്ലേ. ഈ 2 ജീവൻ രക്ഷിച്ച എന്താണ്? ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അതാണ് പ്രശ്നം. ഈ തൈലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് നാളെ കൊണ്ടതേപോലെ തന്നെ ചത്തതിൻ്റെ വായിക്കരിയണ പോലെ കൊണ്ട് ഉടമ്പടി തൈലം ഒഴിച്ചു കൊടുക്കാം. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയിൽ ശക്തി വേണം. സെന്റ് പോൾ പറയുന്നൊരു വാക്ക് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി. എഫേസോസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. സെന്റ് പോൾ പറഞ്ഞിട്ടും തീരണില്ല. എന്ന് കേട്ടു നോക്കിയേ. ഇത് തന്നെയല്ലേ ഇപ്പൊ രാധാദേവിക്ക് സംഭവിച്ചത്. ഒതിൽ വായിച്ചേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നേക്കും തലമുറ തോറുമാണ്. എന്താ കാര്യം? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ഇവർ രാധാദേവി ചോദിച്ചത് എന്താണ്? എൻ്റെ അനിയത്തിക്ക് ബോധം വരണമെന്ന് ചോദിച്ചുള്ളൂ. ഓപ്പറേഷൻ വിട്ടുമാറണമെന്ന് പറഞ്ഞില്ല. വചനം എന്താ പറയണത്? ഈ നമ്മിൽ രാധാദേവിയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അവൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കൊടുത്തിരിക്കണത്. എന്താണ്? ബോധം വരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ വരെ ദൈവം വിട്ടുമാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ കാര്യത്തിന്? ഈ ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. ഈ ഉടമ്പടി ഉറപ്പാണെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മളുടെ ഈ ഉടമ്പടിയുടെ ഓരോരോ ഹോംവർക്ക്സ് ഇല്ലേ, അതാണ് ഈ നമ്മുടെ ശക്തി ബലം കൂട്ടണത്. ഇപ്പം നമ്മളെല്ലാ പ്രാർത്ഥനകളും ഇപ്പം നമുക്കറിയാമല്ലോ, അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്,
യേശു കർത്താവാണെന്ന് അല്ലേ വിശ്വാസം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട്. റോമാ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചെന്ന് എവിടെ വിശ്വസിക്കേണ്ടത്? ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്താ വിശ്വസിക്കേണ്ടത്? ഇപ്പം നമ്മൾ Efesians 3:12 അവനിലുള്ള വിശ്വാസം എന്നല്ല പറയണത്. അവനുള്ള വിശ്വാസം എന്ന് പറയണത് എന്ത് വിശ്വാസം? കേവല വിശ്വാസമല്ല. അവനുള്ള വിശ്വാസം എന്ന് പറയണത് റോമാ 10:9 വിശ്വാസമാണ്. അതെന്താണ്? അത് അവനുള്ള വിശ്വാസം എന്ന് പറയുന്നത് റോമാ 10:9 എന്താണത്? യേശു കർത്താവാണെന്നൊരു വിശ്വാസം. എന്താണ്? അവൻ വിധിയാളനാണെന്ന വിശ്വാസം. എന്നെ നിന്നെ അന്ത്യദിനത്തിൽ വിധിക്കാൻ വേറെ ആരെയും വെച്ചിട്ടില്ല, അവൻ മാത്രമേ ഉള്ളൂ. നീ എന്നാ ജാതി ആയാലും ശരി, നിന്നെ വിധിക്കാനുള്ള ഒരാളുടെ പേര് യേശു എന്ന് മാത്രമാണ്. അതാണ് 4:12 പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നടപടി പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും എന്ന് പറഞ്ഞ മറ്റൊരു നാമവും മനുഷ്യന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നെയിമില്ല. കാര്യം എന്താണ്? നിത്യരക്ഷ സംജാതമാക്കിയത് ക്രിസ്തുവിന്റെ പീഡാസകനങ്ങളിലൂടെയും വീണ്ടെടുപ്പിലൂടെയും പാപത്തെ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ആ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പാപത്തിന് പരിഹാരം നമുക്ക് ലഭിക്കുകയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പങ്കാളിയായി മാറുകയും നമുക്ക് മരണമില്ലാതിരിക്കുകയും. കൈയടിക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയല്ല, രാധാദേവിയുടേത് ഉറപ്പാണ്. അതാണ് ഉടമ്പടി ഉറപ്പാണെന്ന് അച്ഛൻ പറയണത്. ഉടമ്പടി ഉറപ്പാകാൻ കാരണം എന്താണ്? ഉടമ്പടി ഉറപ്പാകാൻ കാരണം ഈ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ്. ഉടമ്പടി ഉറപ്പാകാൻ കാരണം എന്താണ്? നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞു പറയുന്ന വിശ്വാസപ്രവണമൊക്കെ ചെല്ലുന്ന ആൾക്കാരാണ്, സംശയമൊന്നുമില്ല. അത് ഒരു സിംഗിൾ ഫേസ് എക്സ്പ്രഷനാണ്. സിംഗിൾ ഫേസ് കൊണ്ട് വേണേൽ ഫാനൊക്കെ കറക്കാൻ പറ്റും, പക്ഷെ ഒരു മോട്ടർ കറക്കാൻ പറ്റും. 3 ഫേസ് വേണം. പറഞ്ഞ മനസ്സിലായില്ലേ? സിംഗിൾ ഫേസ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ഫാൻ കറക്കാൻ പറ്റും, മിക്സിയൊക്കെ ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു മോട്ടർ, ഒരു അർക്കമില്ലേ, തടി ഇറക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസേ പറ്റത്തില്ല. അവിടെ നിന്ന് 3 ഫേസ് വേണം. SB പറയും 3 ഫേസ് വിളിക്കാൻ പറയും. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ 3 ഫേസ് ഉണ്ട്. എന്താണ്? പ്രാർത്ഥന ഒരു ഫേസാണ്. പിന്നത്തെ എന്തുകൊണ്ടാണ്? പ്രഖ്യാപനം. അതാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ നടന്ന റാലിയില്ലേ, അതാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. എന്താണ്? 10:32 എടുത്തേ. 10:32 മത്തായി 10:32 ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇതിനാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിന് നമുക്ക് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. 10 മനുഷ്യർ വേറെ ഉണ്ടാകണം. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസത്തെ 10 മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതെന്താ? വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ്, ഫെയ്ത്ത് എക്സ്പ്രഷനാണ്. എന്താണ്? പ്രൊമൾഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനം. പിന്നെ എന്താ ഉള്ളത്? വിശ്വാസ പ്രയോഗമുണ്ട്. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് രാധാദേവി ചെയ്തത്. വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത് യേശു കർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്താണ്?
യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ശക്തിയാലാണ് രാധാദേവി ഉടമ്പടി തൈലമെടുത്ത് ഈ വണ്ടിയിടി കൊണ്ട് ഡെഡ് ബോഡി വീട്ടിൽ കാത്തിരിക്കുന്ന ആ ബോഡിയിൽ ശരീരത്തിൽ കുരിശിടണത്. എന്താ കാര്യം? അപ്പോൾ കണ്ണ് തുറക്കും. ആ ഇംപ്ലിമെൻറ്റേഷനാണത്. വിശ്വാസം ഫെയ്ത്ത് എക്സ്പ്രഷനിൽ വരണത് ഫെയ്ത്ത് എക്സ്പ്രഷൻ പ്രാർത്ഥന, ഫെയ്ത്ത് എക്സ്പ്രഷൻ പ്രഖ്യാപനം, ഫെയ്ത്ത് എക്സ്പ്രഷൻ വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ ആവിഷ്കാരം. വിശ്വാസ ആവിഷ്കാരത്തിൽ ഒന്ന് പ്രാർത്ഥനയുണ്ട്, രണ്ടാമത്തത് പ്രഖ്യാപനം, മൂന്നാമത്തത് പ്രയോഗം. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്തുകൊണ്ടാണ് ഉടമ്പടി ഉപ്പിട്ടിട്ട് ചിലർക്കത് ഫലമില്ലാത്തതിൻ്റെ കാരണം എന്താ? രാധാദേവിയിൽ അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യണത് ഫുൾ സ്വിങ് ആയിട്ടുള്ള വിശ്വാസത്തിലാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 എടുത്തേ. റോമ 1:16 സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വാസം ശക്തിയാണ്. മനസ്സിലായില്ലേ? കാര്യം എന്താണ്? വിശ്വാസം എന്നത് രണ്ടിലെ നമുക്ക് ആ വിശ്വാസത്തിന് ഒരു മീഡിയം ഉണ്ടാകണം. എന്താണ്? ഒന്ന് അവനുണ്ടാകണം. കാര്യം അവനിലുള്ള വിശ്വാസമാണ്. എന്തെങ്കിലും ഉണ്ടായ വിശ്വാസം ഉണ്ടായ സത്യം കിട്ടത്തില്ല. കാര്യം സത്യം ആർജിച്ചത് അവനാണ്. അതുകൊണ്ടാണ് അവനിൽ എഫേസ്യസ് 3:12 പറയണത് അവനിലുള്ള വിശ്വാസം മൂലം. പിന്നെ എന്താണ്? അവനിലുള്ള വിശ്വാസമാണ് സുവിശേഷത്തിലുള്ള വിശ്വാസം. അവനിലുള്ള വിശ്വാസം തന്നെയാണ് അവൻ്റെ തന്നെ മറ്റൊരു ആവിഷ്കാരമാണ് കർത്താവിൻ്റെ വചനം. അപ്പം അവനിലുള്ള വിശ്വാസം പോലെ തന്നെയാണ് സുവിശേഷത്തിലുള്ള വിശ്വാസവും. അതുകൊണ്ടാണ് കർത്താവ് തുടങ്ങുമ്പോൾ തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയണത്. ഇപ്പം മാർക്കോസിന്റെ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മാർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഒന്നുകൂടി പറഞ്ഞേ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേ. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അനുതാപത്തിന്റെ അവസരങ്ങളാണ് ദൈവം ക്രിയേറ്റ് ചെയ്യണത്, അനുതാപമല്ല. അനുതാപം നമ്മുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമമാണ്. ഇപ്പം യൂദാസിന് അനുതാപത്തിൻ്റെ അവസരം നൽകി. എന്താണ്? കർത്താവ് തന്നെ ദാസനായിക്കൊണ്ട് അരക്കച്ച ചുറ്റി വേലക്കാരൻ്റെ വിഷം കെട്ടി വെള്ളം എടുത്തുകൊണ്ട് ഇവന്മാരുടെ എല്ലാത്തിൻ്റെയും കാല് കഴുകി. യൂദാസിന് അവസരം കൊടുത്തതാണ്, ലാസ്റ്റ് ചാൻസ്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അവൻ മനസ്സിലാക്കിയില്ല. ഇത് മനസ്സിലാക്കിയത് കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും ഒരാൾ മനസ്സിലാക്കി. ആരാണ്? കോഴി കൂവിയപ്പോൾ ഒരു അവസരം കിട്ടി പുള്ളിക്ക്. ആർക്കാണ്? പത്രോസിനൊരു അവസരം കിട്ടി. പിന്നീട് പത്രോസ് സംഭവിച്ചു, ഹി വെന്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി കാറ്റാഫിലയോൺ. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നെന്ന് മരണം വരെ. അനുതാപം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൽ നമുക്ക് എല്ലാ വിഷയം എപ്പോഴും കണ്ണു തോരാത്തൊരു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ കണ്ണു തോരാത്തൊരു കാലം. അതുവഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി നമ്മൾ ശക്തീകരിക്കപ്പെടുകയും ചെയ്യും. കാര്യം അനുതാപത്തിന് ശേഷം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണം. ആ വിശ്വാസം വഴി നമ്മൾ കൃപയാൽ, ആ അനുതാപം നമുക്ക് കൃപയിലേക്കാണ് നമ്മൾ കൊണ്ടുവരണത്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുക. വിശ്വാസം വഴി കൃപയാൽ ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ നമുക്ക് കൃപ എന്താണ്? ബേസിക്കായിട്ട് ദൈവശക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സെൻറ്റ് പോൾ പറയുമ്പോൾ 2 Corinthians 2:12-9 എന്താ പറയണത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്.
നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനാണ്, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കണം എന്നാണ് പറയേണ്ടത്. അതിന് പകരം കൃപയുടെ ശക്തി എന്നാണ് പറയണത്. അപ്പം കൃപയുടെ തത്സമമാണ് ഈ ശക്തി എന്ന് പറയണത്. അപ്പം നമ്മൾക്ക് കൃപ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ശക്തന്മാരായി മാറും. ഉടമ്പടി ഉദ്ദേശിക്കുന്നത് അതാണ്. മനസ്സിലായില്ലേ? വിശ്വാസം എക്സ്പ്രഷനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടുന്നു, വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ശക്തി കിട്ടുന്നു, വിശ്വാസം പ്രയോഗിക്കുമ്പോൾ ശക്തി കിട്ടുന്നു, നമ്മൾ ശക്തനാകുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ ടേക്ക് ദി ബ്ലെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇപ്പൊ രാധാദേവി അതാ സംഭവിച്ചിരിക്കുന്നത്. രാധാദേവി എന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ എക്സ്പ്രഷനെ അവർ പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തവർ പ്രഖ്യാപിച്ചു. പിന്നെ എന്ത് ചെയ്തവർ പ്രയോഗിച്ചു. ഇതെല്ലാം കൂടി അവർക്ക് കിട്ടിയത് എന്താണ്? നെറ്റ് എഫക്റ്റിൽ അവരെ എംപവറായി. പവയുടെ ഈ പവർ കൊണ്ട് തന്നെയാണ് അവർ ഈ പുതപ്പിൻ്റെ അടിയിൽ കൂടി ചത്ത് കിടക്കുന്ന ബോഡിയുടെ മുമ്പിൽ ഈ തൈലം തേക്കണത്. അപ്പോൾ ബോഡി കണ്ണു തുറന്ന് പറയും, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അപ്പൊ ഉടമ്പടിയാണ് നമ്മൾ ശക്തമാക്കുന്നത്. കാര്യം എന്താ? ഉടമ്പടി പ്രാർത്ഥന മാത്രമല്ല, പിന്നെന്താണ്? പ്രഖ്യാപനമുണ്ട്. ഉടമ്പടി പ്രഖ്യാപനം മാത്രമല്ല, പിന്നെന്താണ്? പ്രയോഗമുണ്ട്. ഈ 3 വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിലൂടെ നമ്മളെ ശക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാതാവ് എന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളുള്ളത്. എന്താണ്? നമ്മളെവിടെ പോണ്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. എന്താ കാര്യം? ദൈവത്തിൻ്റെ കൃപയുടെ ആളായ്മയായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. മറിയം പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. കർത്താവ് വചനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും, നമുക്ക് ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ കർത്താവ് വചനം പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാണ് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വചനപ്രഘോഷണം രോഗശാന്തി പ്രാർത്ഥന എന്നൊക്കെ പണ്ട് കൺവെൻഷനിലൊക്കെ എഴുതി വെക്കുന്നതിൻ്റെ കാരണം. കാരണം വചനം കേട്ട എല്ലാവരുടെയും അവകാശമാണ് ഈ ലോക ജീവിതത്തിലെ വിടുതലും സൗഖ്യവും. നമ്മൾ ശാരീരികമായിട്ട് ഇതുപോലെ അവശതപ്പെടാനോ ഗതികെട്ട് ജീവിക്കാനോ ദൈവം ആഗ്രഹിക്കണില്ല. നിൻ്റെ ഏത് അവസ്ഥയിലും ദൈവം നിന്നെ സന്ധിക്കാൻ സഹായിക്കാൻ തയ്യാറാണ്. നീ ഇത്രമാത്രം ചെയ്താൽ മതി. കർത്താവ് പറഞ്ഞില്ലേ, മേലിൽ പാപം ചെയ്യരുത്. നീ അങ്ങനെ, അത് പാപം മാത്രമല്ല, എന്ത് വിഷയമായാലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വീണ്ടും ആവർത്തിക്കത്തില്ലെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. എന്ന് പറഞ്ഞ മനസ്സിൽ പറഞ്ഞ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയില്ല. അതാണ് എൻ്റെ ഒരു കുറിഞ്ഞി എന്ന് പറയണത്. കുറിഞ്ഞി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ കതിനായ്ക്ക് എല്ലാവരും മരുന്നിരിക്കുന്ന സ്ഥലമില്ലേ, അവിടെയല്ലേ നമുക്കിവിടെ തീ കൊടുക്കണത്, എന്നിട്ട് പൊട്ടണത്. അതാണ് കുറിഞ്ഞി എന്ന് പറയുന്നത്. തിരി നീണ്ടിരിക്കുന്ന സ്ഥലമാണ് കരിമരുന്നിന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അനുതാപത്തിൻ്റെ സമ്പൂർണമായ ബലങ്ങൾ അവിടെ ഉണ്ട്. ചെയ്തു പോയെന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് വീണ്ടും ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് പറയണത്. അത് സീരിയസ് വിഷയമാണ്. ചെയ്തു പോയെന്ന് ആർക്കും പറയാം, ഇങ്ങനെയും പറയാം, ചാകാൻ നേരത്തും പറയാൻ ചെയ്തു പോയെന്ന്. പക്ഷെ വീണ്ടും നീ ആവർത്തിക്കത്തില്ല എന്ന് പറയണതാണ് സത്യസന്ധത. അത് മനസ്സുകൂടൊന്ന് പറയാൻ നോക്കിക്കേ. പറ്റുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ശക്തിക്ക് വേണ്ടി അമ്മയോട് ചോദിക്കുക, അമ്മ എനിക്ക് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ അവസ്ഥ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, അമ്മ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണം. നീ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, കൈകൾ കൂപ്പി.
ഇനി മക്കൾ സ്തുതിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ നേരത്തെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഒക്ടോബർ 26-ാം തീയതി ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം ജപമാലയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, നിങ്ങൾ അനുഭവിക്കുന്ന ഭൗതികവും ആധ്യാത്മികമായ എല്ലാ ജീവിത പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിഷയമാണ്. ഞങ്ങൾ ഇന്നലെ പിരിയാൻ നേരത്ത് അർത്തിങ്കപ്പള്ളിയിൽ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ തിങ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥന ഷോർട്ടാക്കുന്നത്. റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും വരാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ട്. അവരെയും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ന് യൂട്യൂബിലേക്ക് കയറിയിട്ട് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ റാലി ജവമാല റാലിയുടെ അത് കേട്ടിട്ട് നിങ്ങളിരുന്ന് ജവമാല ചൊല്ലണം. ആ റാലി ഓൺ ചെയ്തിട്ടിട്ട് ടി വിയുമായിട്ട് കണക്ട് ചെയ്തിട്ടിട്ട് നിങ്ങളിരുന്ന് ജവമാല ചൊല്ലണം. അത് നിങ്ങൾ എപ്പോൾ ജവമാല ചൊല്ലിയാലും ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ അതേ അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരും. സമാപനാശീർവാദത്തിനായി നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദൈവമാതാവിന്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തെ സ്നേഹത്തിന് സഭയിൽ എന്നേക്കും സ്തോത്രമുണ്ടാകട്ടെ, മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ബലിയുടെ യോഗ്യതയാൽ, അവൻ പാപപരിഹാരം ചെയ്തതിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന ബോധ്യത്താൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടുകൂടി നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ